ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ മാതാപിതാക്കളെ, മക്കളുടെ അനുഗ്രഹത്തിനായി നമ്മൾ പ്രാർത്ഥിക്കുന്ന ബെനഡിക്റ്റ് പ്രയർ അനുഗ്രഹത്തിൻ്റെ ശുശ്രൂഷ ദൈവസന്നിധിയിൽ മക്കളെ അവരുടെ അനുഗ്രഹത്തിനും നല്ല വളർച്ചയ്ക്കുമായി മാതാപിതാക്കൾ നമ്മൾ നടത്തുന്ന ഈ വലിയ ശുശ്രൂഷ ഇന്ന് 104-ാം ദിനം. ഈ രാത്രിയിൽ മക്കൾ ഉറങ്ങുന്നതിന് മുമ്പ് നമുക്ക് അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. മക്കൾ പ്രാർത്ഥനാക്കുറവ് മൂലം ദൈവസന്നിധിയിൽ നിന്ന് അകന്നു പോകുന്ന, പ്രത്യേകിച്ച് ഞായറാഴ്ച കുർബാന, ഞായറാഴ്ച ആരണം, വിശുദ്ധ ഗ്രന്ഥം വായന, അങ്ങനെ തുടങ്ങി ഭക്താഭ്യാസങ്ങളോട് മുഖം തിരിക്കുന്ന ആൺകുട്ടികളും പെൺകുട്ടികളും നമ്മുടെയൊക്കെ ജീവിതത്തിലുണ്ട്. നമ്മുടെ കത്തോലിക്ക കുടുംബത്തിൽ പാരമ്പര്യമായി കിട്ടിയിരിക്കുന്ന വിശ്വാസങ്ങൾ കാത്തു സൂക്ഷിക്കുക, അതിനൊന്നും വില കൊടുക്കാതെ ആഘോഷങ്ങൾക്കും ആർഭാടങ്ങൾക്കും സമയം കണ്ടെത്തിക്കൊണ്ട് ദൈവത്തെ മറന്നുള്ള ജീവിതം പല കുഞ്ഞുങ്ങളുടെയും ജീവിതത്തെ നശിപ്പിക്കുന്നുണ്ട്. വ്യക്തമായ ലക്ഷ്യബോധ്യമില്ലാതെ ജീവിതത്തിൽ ഇപ്പോൾ ചെറിയ ചെറിയ ജോലിയുണ്ട്, ചെറിയ വരുമാനമുണ്ട്, ഇതൊക്കെ മതി, ഉത്തരവാദിത്വ ജീവിതം വേണ്ട, കൂതാശ വേണ്ട, ഇങ്ങനെ മാതാപിതാക്കളോ അധികാരികളോ വൈദികരോ ഒക്കെ പറഞ്ഞു കൊടുത്താലും അങ്ങനെയുള്ള ഉപദേശങ്ങളും സ്വീകരിക്കാൻ പറ്റാതെ മറുതലിക്കുന്ന മക്കൾ ഇന്ന് നമ്മുടെ കുടുംബങ്ങളിലുണ്ട്. അവരെ നമുക്ക് സമർപ്പിക്കാം. ദൈവാശ്രയ ബോധ്യത്തിൽ തിരികെ വരുവാനും കൂതാശയുടെ പ്രസക്തി മനസ്സിലാക്കി ശരീരത്തിനും മനസ്സിനും ആത്മാവിനും ശക്തി പകരുന്ന കൗതാശിക ജീവിതത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കുവാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് അവരെ ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. യെശയ്യാ പ്രവാചന പുസ്തകം 56-ാം അധ്യായം 2-ാം വചനം, സാബത്ത് അശുദ്ധമാക്കാതെ ആചരിക്കുകയും തിന്മ പ്രവർത്തിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ അനുഗ്രഹീതൻ. പ്രിയ മാതാപിതാക്കളെ, തിന്മ ചെയ്യാതെ പാപത്തിൽ നിന്ന് അകന്ന് കൗതാശിക ജീവിതത്തിൽ ഞായറാഴ്ച ആചരണത്തിൽ മക്കൾ ശ്രദ്ധയോടുകൂടി മുമ്പോട്ട് പോകുവാൻ നമുക്ക് അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. യെശയ്യാ 56:2 സാബത്ത് അശുദ്ധമാക്കാതെ ആചരിക്കുകയും തിന്മ പ്രവർത്തിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ അനുഗ്രഹീതൻ. പ്രിയ മാതാപിതാക്കളെ, ഈ സമയം നമ്മുടെ മക്കളെ ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. മക്കൾ അടുത്തുണ്ടെങ്കിൽ അവരുടെ ശിരസിൽ കൈവച്ചും, അതിന് സാധിക്കാത്ത പക്ഷം അവരെ മനസ്സിലോർത്ത് അവരുടെ പേര് പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, അവിടുന്ന് ദാനമായി നൽകിയ ഞങ്ങളുടെ മക്കളെ അവിടുത്തെ തിരുഹൃദയത്തിലേക്ക് സമർപ്പിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അപ്പനായ അമ്മയായ ഞാൻ എൻ്റെ മകനെ, എൻ്റെ മകളെ അനുഗ്രഹിക്കുന്നു. കർത്താവായ ഈശോയുടെ മക്കൾ സാബത്ത് അഭംഗുരം ആചരിക്കുകയും ആ ദിവസങ്ങളിൽ നന്മ ചെയ്ത് അങ്ങേ പ്രസാദിപ്പിക്കുകയും ചെയ്ത് അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, വിശുദ്ധ കൂദാശകളുടെ യോഗ്യതയുടെ പ്രസക്തി മനസ്സിലാക്കി അതിനോട് ചേരുവാനും കൂദാശകൾ ലഭിക്കുന്ന ആത്മീയ ഉണർവ് ഞങ്ങളുടെ മക്കളുടെ ജീവിത അനുഗ്രഹമായി തീർന്നുകൊണ്ട് എപ്പോഴും അങ്ങയുടെ സ്നേഹത്തിൽ സ്വർഗത്തിൻ്റെ വലിയ ധന്യതയിൽ ഞങ്ങളുടെ മക്കൾ ജീവിക്കുകയും വിശുദ്ധരുടെയും മാലാഖമാരുടെയും സഹായം നേടിക്കൊണ്ട് അവരുടെ ജീവിതം വളർന്ന് അനുഗ്രഹമായി തീരുകയും ചെയ്യട്ടെ. ആമേൻ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.